തമിഴകത്തെ പ്രസിദ്ധമായ പരപ്പലാർ ഡാമിൽ നിന്നും ഒട്ടൻഛത്രം പട്ടണത്തിലേക്കുള്ള യാത്രയുടെ അവസാന നിമിഷങ്ങളിലാണ് ഹരിതഭാരതം. ഇനി ഏതാനും കിലോമീറ്റർ കൂടി പിന്നിട്ടാൽ ഒട്ടൻഛത്രത്തെത്തുകയായി. വണ്ടി മലയിറങ്ങി വരികയാണ്. പട്ടണത്തോട് ഏറെ അടുത്തെത്തിയപ്പോൾ ഒട്ടൻഛത്രം ചന്ത കണ്ടു. തമിഴ്നാട്ടിലെ ഏറ്റവും പേരെടുത്ത ഉള്ളി മാർക്കറ്റുകളിൽ ഒന്നാണ് ഒട്ടൻഛത്രം. മലയാളിയുടെ തീന്മേശയിലേക്ക് എത്തുന്ന ഉള്ളിയുടെ ഏറിയ പങ്കും ഒട്ടൻഛത്രത്തെ ഈ തിരക്കേറിയ ചന്തയിൽ നിന്നാണ് എത്തുന്നത്. മലയാളിയുടെ മാത്രമല്ല, ലോകത്തെ ഏത് അടുക്കളയിലും കറികളുടെ രുചിയേറ്റുന്നത് വില കുറഞ്ഞതും സുലഭവുമായ തമിഴൻ വെങ്കായമെന്ന് വിളിക്കുന്ന ഈ അത്ഭുത സസ്യം തന്നെ. വില കുറഞ്ഞതും സുലഭവും എന്ന് ഹരിതഭാരതം ഉള്ളിയെ വിശേഷിപ്പിക്കുന്നത് 90കളുടെ മധ്യത്തിൽ ഉള്ളിക്കുണ്ടായ വൻ വിലവർധനയെ ഓർക്കാതെയല്ല. പൊക്രാനിൽ ബുദ്ധൻ ചിരിച്ച കാലത്ത് ഉള്ളിക്ക് അതുവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും വലിയ വിലയിൽ എത്തി. ചപ്പാത്തിക്കൊപ്പം ഉള്ളി കടിച്ചു കൂട്ടിയിരുന്ന ഉത്തരേന്ത്യക്കാരന് അത് കിട്ടാതായതോടെ ഉള്ളി വിവാദം ചൂടുപിടിക്കുകയുണ്ടായി. ഭക്ഷണ വിഭവങ്ങൾക്ക് സ്വാദ് വർദ്ധിപ്പിക്കാൻ മാത്രമല്ല, അണുവികിരണങ്ങളെ ചെറുക്കാൻ കൂടി ഉള്ളിക്ക് കഴിവുണ്ടെന്ന് സാധാരണക്കാർ അന്ന് തിരിച്ചറിഞ്ഞു. റോസ് നിറത്തിലുള്ള ഉടയാട ചുറ്റി കട്ടിയുള്ള ഇതളുകളോടെ ചുവന്ന് തുടുത്ത് മനോഹരിയായി കാണപ്പെടുന്ന ഉള്ളി തമിഴ്നാട്ടിൽ ആയിരക്കണക്കിന് കർഷകരുടെ ജീവനോപാധിയാണ്. ഉള്ളി കൃഷി ചെയ്യുന്ന കർഷകന് വിളവെടുപ്പ് കാലം വരെ ഉള്ളിലെപ്പോഴും തീയാണ്. ഉള്ളിയുടെ സുഖകരമായ നീറ്റൽ പോലെ കർഷകരുടെ മനസ്സും നീറിക്കൊണ്ടിരിക്കും. ഒട്ടൻഛത്രം ചന്തയോട് താൽക്കാലികമായി യാത്ര പറഞ്ഞ് ഹരിതഭാരതം ലോകനാഥൻ എന്ന ചെറുപ്പക്കാരനായ കർഷകന്റെ ഉള്ളിപ്പാടത്തേക്ക് കടന്നു ചെന്നു. ഒട്ടൻഛത്രം സൗത്ത് അത്തിക്കൊമ്പയിലെ കോവിൽത്തോട്ടം ലോകനാഥനെ അറിയാത്തവർ ആ പ്രദേശത്താരുമില്ല. പ്ലസ് ടുവും ടെക്നിക്കൽ കോഴ്സും കഴിഞ്ഞ് മറ്റ് തൊഴിലുകളൊന്നും തേടാതെ ലോകനാഥൻ പരമ്പരാഗത തൊഴിലായ ഉള്ളിക്കൃഷിയിലേക്ക് മാറുകയായിരുന്നു. അച്ഛനപ്പൂപ്പന്മാരുടെ പരമ്പരാഗത അറിവിനൊപ്പം യൗവനത്തിന്റെ അത്യധ്വാനവും ഊർജവും സമ്മേളിച്ചപ്പോൾ വിജയമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല അന്തിമം. കൃഷിയേക്കാളേറെ ലോകനാഥന് കമ്പം ഉള്ളിവിത്തുകൾ മുളപ്പിച്ചെടുക്കുന്നതിലായിരുന്നു. ഉള്ളിവിത്തുകൾ മുളപ്പിച്ചെടുക്കുന്ന ഒരു നഴ്സറിക്ക് ലോകനാഥൻ തുടക്കം കുറിച്ചു. അത് വലിയ വിജയമായി. ഇന്ന് 5 ഏക്കർ നഴ്സറി തോട്ടത്തിനുടമയാണ് വിജയം കൈവരിച്ച ഈ യുവ കർഷകൻ. വിജയത്തിന് ഒരുപാട് അവകാശികൾ ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ. എന്നാൽ തൻ്റെ വിജയത്തിന് പിന്നിലെ ഉറ്റ പങ്കാളിയായി ലോകനാഥൻ ചൂണ്ടിക്കാട്ടുന്നത് ഒരു സൂത്രവാക്യം മാത്രമാണ്. പ്രധാനമായും 2 രീതിയിലാണ് ഉള്ളി കൃഷി ചെയ്യുന്നത്. പരമ്പരാഗത ശൈലിയെന്നും ആധുനിക ശൈലിയെന്നും ഇതിനെ 2ആയി തിരിക്കാം. ലോകനാഥന്റെ അച്ഛനും അപ്പൂപ്പനുമൊക്കെ അടങ്ങിയ മുൻ തലമുറ പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്യുന്നവരായിരുന്നു. ഉള്ളിച്ചെടിക്കൊപ്പം പൊട്ടിവരുന്ന മുള വിത്തായി ഉപയോഗിച്ചായിരുന്നു അവരുടെ കൃഷി. നഴ്സറി വിത്തുകളെക്കുറിച്ച് അന്ന് ആർക്കും അറിയുമായിരുന്നില്ല. ലോകനാഥൻ ഉൾപ്പെടെയുള്ള യുവതലമുറ ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിച്ച് ഉയർന്ന വിലയും മെച്ചപ്പെട്ട ലാഭവും നേടുമ്പോൾ പഴം തലമുറക്കാർക്ക് അത്ഭുതം. എന്നാൽ അത്യുൽപാദനത്തിനും കൂടിയ വരുമാനത്തിനും വേണ്ടി ലോകനാഥനെ പോലുള്ള പുത്തൻകൂറ്റുകാർ പഴമുറക്കാരുടെ വാക്കുകളെ കൈവിട്ട് കളയുന്നില്ല. മണ്ണിനെ ദീർഘകാലം അറിഞ്ഞ അവരുടെ അനുഭവങ്ങളെ പാടെ നിഷേധിക്കാൻ ആവില്ലല്ലോ. വിതയിലും കൃഷി പരിപാലനത്തിലുമൊക്കെ പുതുതലമുറ പഴമുറക്കാരുടെ ഉപദേശം വേണ്ടുവോളം സ്വീകരിക്കുന്നു. അത് ലാഭമല്ലാതെ നഷ്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മൂത്തവരുടെ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്നാണല്ലോ. ഉള്ളിയുടെ കൃഷിരീതികളെപ്പറ്റി ലോകനാഥൻ ഹരിതഭാരതത്തോട് വിശദമായി തന്നെ പറഞ്ഞു. நாங்கள் விவசாயிக்கு ஒரு ஏக்கருக்கு 1 கிலோ விதை போதுமானது. அந்த 1 கிலோ விதையை 10க்கு 3ல் ஒரு 10 பாத்தியில் நம்ம பாய் எடுத்துக்கலாம். മറ്റേതൊരു കൃഷിയെയും പോലെ നന്നായി മണ്ണൊരുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. നിലം നന്നായി ഉഴുതുമറിച്ച് കമ്പോസ്റ്റ് വളം ചേർത്ത് പരുവപ്പെടുത്തിയെടുക്കുന്നു. തുടർന്ന് വാരം കോരുന്നു. മേൽപ്പാത്തിയും കീഴ്പ്പാത്തിയുമായി വാരമിടുകയാണ് സാധാരണഗതിയിൽ ചെയ്യുക.
വിത്ത് വിതച്ച് 40 ദിവസത്തിനുള്ളിൽ പറിച്ചു നടാൻ പാകത്തിലാകും. ഈ അവസരത്തിൽ ഒരു ഞാറിൻ്റെ മാതൃകയിൽ 3-4 ചിനപ്പുകൾ ചേർന്നതായിരിക്കും ഉള്ളിച്ചെടി. ഇപ്രകാരമുള്ള ചെടികൾ നടുന്നത് 4-5 അകലത്തിലാണ്. ഒരേക്കറിൽ കൃഷിക്ക് ആവശ്യമായത് 1 കിലോ വിത്താണ്. ഒരേക്കറിൽ 48,000 ഉള്ളിത്തൈകൾ പാകാനാകും. നട്ട ഉടനെ ചെറുതായി നനച്ചു കൊടുക്കണം. ഉള്ളിച്ചെടികൾക്ക് മിതമായ തോതിലുള്ള ഇറിഗേഷൻ ഒഴിച്ചുകൂടാനാവാത്തതാണ്. 22 ദിവസം ചെല്ലുമ്പോൾ പാടത്തെ കളയെടുക്കണം. അതിനുശേഷം കർഷകന്റെ യുക്തമനുസരിച്ച് രാസവളമോ ജൈവവളമോ നൽകണം. നട്ട് 90 ദിവസം മുതൽ 120 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പാകാം. ഈ സമയം ഉള്ളിത്തണ്ടുകൾ പൊഴിയുകയാണ് പതിവ്. ചീഞ്ഞഴുകിയ രീതിയിൽ തണ്ടുകൾ മണ്ണിലേക്ക് വീഴും. ഉള്ളി പാകമാകും വരെ കർഷകന്റെ മെയ്യും മനസ്സും പാടത്ത് തന്നെ വേണം. മുഴുവൻ ശ്രദ്ധയും നൽകിയില്ലെങ്കിൽ ഉള്ളിയെ ഫംഗസ് ബാധ പോലെയുള്ള രോഗങ്ങൾ ബാധിച്ചേക്കാം. ഫംഗസ് ബാധയാണ് ഉള്ളി കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു തോട്ടം തന്നെ ഫംഗസ് ബാധയാൽ നശിച്ചു പോയെന്ന് വരാം. അതുകൊണ്ട് തന്നെ ലോകനാഥനെ പോലെയുള്ളവർ യഥാസമയം വേണ്ടത്ര മുൻകരുതലുകളോടെയാണ് കൃഷി കൊണ്ടുപോകുന്നത്. പ്രായമെത്തിയ ഉള്ളിപ്പൂക്കൾ കണ്ടാൽ മുല്ലപ്പൂ പോലെയോ വെന്തി പോലെയോ ആണ് തോന്നുക. ദൂരെ നിന്നുള്ള ഉള്ളിപ്പൂ പാടത്തിൻ്റെ ദൃശ്യം നമ്മളെ ഒരു വെന്തിക്കാട്ടിലെത്തിച്ച പ്രതീതിയാണ് സൃഷ്ടിക്കുക. ഉള്ളിപ്പൂക്കൾക്ക് മണമില്ല. വിത്തുകൾ ബ്രൗൺ നിറമാകുന്നതോടെ ശേഖരിക്കാൻ കഴിയും. വേർതിരിച്ചെടുത്ത ഉള്ളി വിത്തുകൾ കണ്ടാൽ കടുകുമണികൾ പോലെ തോന്നും. ஒரு வருஷத்துக்கு வந்து 1 டன் வரைக்கும் நாங்கள் ப்ரொடக்ஷன் பண்ணி வைக்கிறோம். 1 கிலோவுக்கு வந்து ப்ரொடக்ஷன் சார்ஜ் வந்து 700 രൂപ വரைக்கும் വരും. വർഷത്തിൽ 1 ടൺ വിത്താണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. സകല ചെലവും കഴിഞ്ഞ് പ്രതിവർഷം 13 ലക്ഷം രൂപയാണ് ലോകനാഥിൻ്റെ നഴ്സറി വരുമാനമുണ്ടാക്കുന്നത്. തമിഴ്നാട്ടിൽ നഴ്സറി നടത്തുക എന്നത് വെല്ലുവിളി നേരിടുന്ന ജോലിയാണെന്ന് ലോകനാഥൻ പറയുന്നു. ഫംഗസ് വൈറസ് ബാധയില്ലാത്ത വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നത് തന്നെ പ്രധാന ദൗത്യം. വിശ്വസ്തതയാണ് പ്രധാനം. വിത്തിൽ ചതിച്ചാൽ കുലത്തിൽ ദോഷം എന്നാണ്. ഒരിക്കൽ മോശം ഉൽപ്പന്നം നൽകിയാൽ പിന്നെ ആ നഴ്സറി അടച്ചിടുകയാണ് ഭേദം. കൃഷി മോശമായാൽ കർഷകർക്ക് നഷ്ടപരിഹാരവും നൽകേണ്ടി വരും. ഇക്കാര്യത്തിൽ തമിഴ്നാട്ടിലെ കർഷകരും അവരുടെ സംഘടനകളുമൊക്കെ ഒറ്റക്കെട്ടുതന്നെ. വിസ്തൃതമായ കൃഷിപ്പാടങ്ങളിൽ ഉള്ളി മാത്രമല്ല, അതിന് ഇടവിളയായി ചെടിമുരിങ്ങയും ചോളവും പരുത്തിയുമൊക്കെ കർഷകർ കൃഷി ചെയ്യുന്നു. ചോളക്കാടുകൾ അതിരിടുന്ന ഈ തോട്ടത്തിൽ സ്ത്രീകൾ ചെടിമുരങ്ങ നടാനായി മണ്ണൊരുക്കുകയാണ്. ചെറിയ കളത്തൂമ്പകൾ ഉപയോഗിച്ച് ഉള്ളിച്ചെടിക്ക് ദോഷം വരാത്ത രീതിയിലാണ് ചാലുകൾ കീറി ഇടയിളക്കൽ നടത്തുന്നത്. ഇളക്കി മറിച്ച മണ്ണിൽ ചെടിമുരിങ്ങ നന്നായി ഫലം തരും. ഉള്ളി വിളവെടുക്കാറാകുമ്പോൾ ചെടിമുരിങ്ങയ്ക്ക് 4 അടി പൊക്കം വന്നിരിക്കും. ஹார்வெஸ்ட் வந்து நல்ல தரமாக விளைஞ்சதை வந்து தாள் வந்து சொடிஞ்சிரும். இந்த சொடிஞ்சதை வந்து ஆள் வச்சு பறித்து 2 பக்கம் அரைச்சு ഉള്ളി കൊയ്യുന്നതിന് മുൻപ് പാടം ചെറുതായി നനച്ചു കൊടുക്കും. സ്ത്രീകളാണ് കൊയ്ത്ത് നടത്തുന്നത്. വരിയായി നിന്ന് താളത്തിൽ കൊയ്ത് മുന്നേറുകയാണ് ചെയ്യുന്നത്. കൊയ്ത്തുവേളയിൽ പ്രായമായ സ്ത്രീകൾ കൊയ്ത്തുപാട്ടുകൾ പാടാറുണ്ട്. ഇപ്പോൾ കൊയ്ത്തിനെത്തുന്നത് അധികവും മധ്യവയസ്സു കഴിഞ്ഞവരും ചെറുപ്പക്കാരികളും തന്നെ. കാലമെത്ര കഴിഞ്ഞിട്ടും ഉള്ളിയുടെ ശുചീകരണ പ്രവൃത്തികൾ നാട്ടുരീതിയിൽ തന്നെ. ഒറ്റ നോട്ടത്തിൽ മൂർച്ച വരുത്തിയ ഒരു ഇരുമ്പുപകരണം പോലെ തോന്നിക്കുന്ന ഈ ആയുധം കൊണ്ടാണ് തണ്ടിൽ നിന്നും ഉള്ളി മുറിച്ചെടുക്കുന്നത്. ഓലയുടെ മടൽ ചെത്തിക്കൂർപ്പിച്ചാണ് ഈ നാട്ടായുധം നിർമ്മിച്ചിരിക്കുന്നത്. സൂക്ഷ്മമായ ഈ പ്രവർത്തനത്തിനിടയിൽ കർഷക വനിതകളുടെ വിരലുകൾ മുറിയാതിരിക്കാനും ഇത് സഹായിക്കും.
കൊച്ചു പെൺകുട്ടികൾ മുതൽ 90-ലെത്തിയ പാട്ടിമാർ വരെ വിളവെടുപ്പ് ജോലികൾക്കെത്തുന്നു. ഉച്ചച്ചൂട് തലയ്ക്ക് മുകളിൽ കത്തി നിന്നാൽ പോലും ജോലി പൂർത്തിയാക്കാതെ ഇവർ പാടത്തു നിന്നും മടങ്ങില്ല. കൊയ്തെടുത്ത ഉള്ളി പാടത്ത് തന്നെ കൂട്ടിയിട്ട് വൃത്തിയാക്കുന്നു. വൃത്തിയാക്കിയ ഉള്ളി അളന്ന് ചാക്കുകളിലേക്ക് മാറ്റുന്നു. പിന്നീട് കർഷകരുടെ കളങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. വലിയ ഉപ്പളം പോലെ തന്നെയാണ് ഉള്ളിക്കളങ്ങളും. അഴുകാതിരിക്കാനായി ഉള്ളി ഇവിടെ തറയിൽ വിരിച്ചിടുന്നു. അധിക നാളുകൾ ഉള്ളി കേടുകൂടാതെ സംരക്ഷിക്കുന്നതിനായി ചില തനത് സംരക്ഷണ മാതൃകകളും കർഷകർക്കുണ്ട്. അത്തരമൊരു മാതൃകയാണ് ഒട്ടൻഛത്രത്തെ ശിവസുബ്രഹ്മണ്യൻ എന്ന കർഷകന്റെ കളപ്പുരയിൽ കണ്ടത്. പരമ്പരാഗത കർഷകനായ ശിവസുബ്രഹ്മണ്യത്തിന് ഉള്ളി ദൈവം മാതിരിയാണ്. ஒரு கிராப் முடியறது கிட்டத்தட்ட 65 நாள்லேருந்து 90 நாள் வரைக்கும் எடுத்துக்கிறோம். எடுத்துகிட்டு ஒரு 6 டன்லேருந்து 8 டன் வரைக்கும் கிடைக்கும். அந்த 6 டன்லேருந்து 8 டன் வந்து ரேட்டு நல்லா இருந்துச்சு. വർഷത്തിൽ 2 തവണ വിളവെടുപ്പ് നടത്തുന്ന ശിവസുബ്രഹ്മണ്യത്തിന് വെങ്കായം നല്ല വരുമാനം നൽകുന്നു. ஏக்கரில் 2.5 ஏக்கர் இது பண்ணுவேன். ശിവസുബ്രഹ്മണ്യത്തിന്റെ ഉള്ളി ശേഖരം ടൺ കണക്കിന് വരും. ഇതത്രയും സംരക്ഷിക്കുന്നത് നാടൻ രീതിയിൽ തന്നെ. 3 അടി വീതിയിലും 5 അടി ഉയരത്തിലും മുളയോ കഴയോ ഉപയോഗിച്ച് ഒരു തോട് തീർക്കുന്നു. ഇതിൻ്റെ അടിയിൽ പലക വിരിച്ചിരിക്കും. ഓലകൾ കൊണ്ടുള്ള ഭിത്തിയാണ് കെട്ടുന്നത്. 1-2 അടുക്കായി ഉള്ളിയിട്ട് അതിനു മീതെ ഓലകൾ കൊണ്ട് മൂടുന്നു. ഇങ്ങനെ 5 അടി വരെ ഉയരത്തിൽ ഉള്ളി സൂക്ഷിക്കുന്നു. 4 മാസം വരെ ഈ സംഭരണിയിൽ ഉള്ളി കേടുകൂടാതെ ഇരിക്കും. ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ് തനിക്ക് ലാഭമുണ്ടാക്കി തരുന്നതെന്ന് ശിവസുബ്രഹ്മണ്യം പറയുന്നു. കാർത്തിക, വൈകാശി മാസങ്ങളിലാണ് വിതയ്ക്കുന്നത്. സാമ്പ്രദായിക കൃഷിരീതിയാണ് പിന്തുടരുന്നത്. 5 ഏക്കർ സ്ഥലത്ത് 2.5 ഏക്കറിലാണ് ഉള്ളിക്കൃഷി. ബാക്കി പരുത്തിയും ചോളവുമാണ്. ഉള്ളിക്ക് വേണ്ടി വന്നാൽ അല്പം രാസവള പ്രയോഗം ആവുന്നതുകൊണ്ടും കുഴപ്പമില്ല. കോംപ്ലക്സ് വളം കൊടുക്കാറുണ്ട്. ഫംഗസ് രോഗം പോലെയുള്ള പൂപ്പൽ രോഗങ്ങൾ ഒഴിവാക്കുന്നതിന് മരുന്നുതളി നിർബന്ധമാണ്. 45-ാം ദിവസം പൊട്ടാഷ് വെള്ളത്തിൽ കലർത്തി വിടും. ശിവസുബ്രഹ്മണ്യത്തിൻ്റെ പാടത്തെ ഉള്ളിച്ചെടികൾ 65-ാം ദിവസം മൂപ്പത്താറുണ്ട്. 85-90 ദിവസത്തിനുള്ളിൽ തണ്ട് വീണു തുടങ്ങുന്നു. പിന്നീട് 15 ദിവസം കൂടി കഴിഞ്ഞ് വിളവെടുക്കുന്നു. 5 ஏக்கரில் வந்து 2.5 ஏக்கர் வந்து ஆனியன் கிராப் செய்வேன். மற்ற 2.5 ஏக்கரில் வந்து ഇത് പരുത്തിയോ മറ്റത് മക്കാച്ചോളമോ. ഉള്ളിപ്പാടത്തോട് ചേർന്ന് തന്നെയുള്ള പരുത്തി കൃഷി ശിവസുബ്രഹ്മണ്യത്തിന് കുടുംബകൃഷി കൂടിയാണ്. ഭാര്യയും മക്കളുമൊക്കെ ഇവിടെ സുബ്രഹ്മണ്യത്തിന് കൂട്ടായി എത്തുന്നു. കാഴ്ചയിൽ ചെമ്പരത്തിച്ചെടി പോലെയിരിക്കുന്ന പരുത്തി 3 മാസം കൊണ്ട് വിളവെടുപ്പിന് തയ്യാറാകും. കായ് പൊട്ടി പഞ്ഞ് പുറത്തേക്ക് വരുന്നതാണ് പൂർണ്ണ വളർച്ചയെത്തിയ പ്രായം. രാത്രി കാവൽ വേണ്ട കൃഷിയാണ് പരുത്തിയെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇദ്ദേഹം പറയുന്നു. പരുത്തിക്കായകൾ മോഷ്ടിക്കാൻ കള്ളന്മാരെത്താറുണ്ടത്രേ. പരുത്തിയുടെ തണ്ട് വിറകായും തമിഴകത്ത് ഉപയോഗിക്കുന്നു. 6 ടൺ മുതൽ 8 ടൺ വരെയാണ് ഉൽപ്പാദനം. കിലോയ്ക്ക് ശരാശരി 15 രൂപ വരെ വില വെച്ചാണ് വിൽക്കുന്നത്. 40,000 മുതൽ 50,000 രൂപ വരെയാണ് എല്ലാ ചെലവുകളും കഴിച്ച് ലാഭം കിട്ടുക. മാർക്കറ്റ് വില ഇടിവാണെങ്കിൽ കൂടി ചുരുങ്ങിയത് 15,000 രൂപയെങ്കിലും കൃഷിയിൽ നിന്ന് ആദായം കിട്ടുമെന്ന് ശിവസുബ്രഹ്മണ്യം ഉറപ്പു നൽകുന്നു. ഇടവിളകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഇതിനു പുറമെയാണ്. ഇക്കഴിഞ്ഞ സീസണിൽ 2 ഏക്കർ പരുത്തിയിൽ നിന്നും ശിവസുബ്രഹ്മണ്യത്തിന് ലഭിച്ചത് 40,000 രൂപയാണ്.
കൃഷിക്കാരുടെ കളങ്ങളിൽ നിന്നും വ്യാപാരികൾ നേരിട്ട് ഉള്ളിയെടുക്കുമെങ്കിലും യഥാർത്ഥ വിൽപ്പനയും ലാഭം കൊയ്യലും ഒട്ടൻഛത്രം ചന്തയിൽ തന്നെ. ഒരു ദിവസം പോലും ഒട്ടൻഛത്രം ചന്തയ്ക്ക് അവധിയില്ല. കാളവണ്ടികളിൽ കർഷകർ ചന്തയിലേക്ക് നേരിട്ട് തന്നെ ഉള്ളി എത്തിക്കുകയാണ് പതിവ്. ചന്തസ്ഥലത്ത് കർഷകർക്ക് ഉൽപ്പന്നം പ്രദർശിപ്പിക്കുന്നതിനും വ്യാപാരത്തിനുമുള്ള ഇടം ഒരുക്കി കൊടുക്കുന്നത് ഏതാനും ഇടനിലക്കാരാണ്. പിന്നീട് ലേലം ഉറപ്പിച്ച് ഉള്ളി വിൽക്കുന്നു. ഗുണമേന്മയുടെ അടിസ്ഥാനത്തിൽ ഉള്ളിയെ 3 തിരിച്ചിട്ടുണ്ട്. 1-ാം തരത്തിനും 2-ാം തരത്തിനുമാണ് കൂടിയ വില. നല്ല ഉള്ളി അത്രയും സംസ്കരണശാലയിലേക്കോ കയറ്റുമതി കേന്ദ്രങ്ങളിലേക്കോ കൊണ്ടുപോവുകയാണ് പതിവ്. 3-ാം തരം ഉള്ളിയാണ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റിവിടുന്നത്. കേരളത്തിലേക്ക് എത്തുന്നതും 3-ാം തരം ഉള്ളി തന്നെ. രുചിയോടെ ഉള്ളിയുടെ വിവിധ പാചകമുറകൾ പരീക്ഷിക്കുന്ന മലയാളി ഇത് വല്ലതും അറിയുന്നുണ്ടോ? ചാക്കുകൾ കീറി ഉള്ളിയുടെ ഗുണവും വലുപ്പവുമൊക്കെ കണ്ടാണ് വില നിശ്ചയിക്കുന്നതും ലേലം കൊള്ളുന്നതും. ലേലത്തുകയുടെ ഒരു നിശ്ചിത ശതമാനം ഇടപാടുകാരന് പ്രതിഫലമായി നൽകണം. ഒട്ടൻഛത്രം ചന്തയിൽ 100 കണക്കിന് ഇടനിലക്കാരാണുള്ളത്. കർഷകനും വ്യാപാരിക്കും ഉപഭോക്താവിനുമൊക്കെ ഇടയിൽ നിന്ന് വിതയ്ക്കാതെ കൊയ്യാതെ ഇവർ മടിശീലകൾ നിറയ്ക്കുന്നു. ഉള്ളിക്ക് ഡിമാൻഡ് ഇല്ലാത്തപ്പോഴാണ് കർഷകന് ഇടനിലക്കാരെ ആവശ്യമായി വരുന്നത്. നല്ല വിളവുണ്ടായാൽ വ്യാപാരികൾ നേരിട്ട് വന്ന് കർഷകരിൽ നിന്ന് ഉള്ളി സംഭരിക്കുകയാണ് പതിവ്. இங்கே டெய்லி ஒரு வெங்காயம் ஒரு மார்க்கெட்டுக்கு டெய்லி 500 1000 கூட வந்துட்டு. ഒട്ടൻഛത്രം ചന്തയിലെ തങ്കവേൽ എന്ന വ്യാപാരിയെ ഹരിതഭാരതം പരിചയപ്പെട്ടു. எல்லாம் வந்துட்டு இருக்கு. ദിവസവും 500 മുതൽ 1000 ചാക്കുകൾ വരെ ഉള്ളി തങ്കവേൽ കച്ചവടം ചെയ്യുന്നു. കിലോയ്ക്ക് 3 രൂപ മുതൽ 8 രൂപ വിലയിട്ടാണ് തങ്കവേലിന്റെ കച്ചവടം. 1-ാം തരത്തിന് 8 മുതൽ 9 രൂപ വരെ കിട്ടാറുണ്ട്. കുറഞ്ഞ ക്വാളിറ്റിക്ക് 3 രൂപ വരെ കിട്ടും. ഇത്തവണ ഉൽപാദനം കൂടുതലാണ്. ഒരിക്കലും വില താഴ്ന്നതായി അനുഭവമില്ല. 98-99 വില താഴ്ന്നതൊഴിച്ചാൽ വ്യാപാരം എല്ലാ കാലത്തും മെച്ചമായിരുന്നുവെന്ന് തങ്കവേൽ പറയുന്നു. ഒരു ദിവസം 3 കോടിയുടെ ഉള്ളി വ്യാപാരമാണ് ഒട്ടൻഛത്രത്തെ പ്രധാന മാർക്കറ്റിൽ നടക്കുന്നത്. ഇവിടെ ആഴ്ചയിൽ 7 ദിവസവും ഉള്ളി വ്യാപാരം പൊടി പിടിക്കുന്നു. മടിശീല നിറഞ്ഞ കർഷകരുടെയും ചരക്കുകൾ വാങ്ങിക്കൂട്ടിയ വ്യാപാരികളുടെയും ലോറികളിൽ ലോഡുകൾ നിറയ്ക്കുന്ന കയറ്റിറക്കുകാരുടെയും ശബ്ദങ്ങളാൽ മുഖരിതമായ ഒട്ടൻഛത്രം ചന്തയിൽ ഒരു പകൽ അവസാനിക്കുകയാണ്. നമ്മുടെ തീന്മേശയിലും അടുക്കളയിലും എന്നും വീട്ടുകാരിയുടെ പരിവേഷവുമായി നിറഞ്ഞു നിന്ന ഈ തമിഴ്നാടൻ സുന്ദരിയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യത്തോടെ ഹരിതഭാരതം ഇന്നത്തെ യാത്ര പൂർണ്ണമാക്കുകയാണ്. തമിഴകത്തെ വ്യത്യസ്തവും ഹൃദയഹാരിയുമായ മറ്റൊരു കാഴ്ചയുമായി ഇനി വരും ദിവസം.